ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞങ്ങളുടെ 20th ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻസ്റ്റൻബുൾ ടൗൺ സെന്റർ ഒന്ന് കറങ്ങുക, മാക്സിമം ഇന്ന് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. ഞങ്ങൾ ഇവിടെ ഒരു 3 ദിവസം അല്ലേ? 3 ദിവസം. ഇന്ന് സാറ്റർഡേ ആണ്. ഞങ്ങൾ മൺഡേ മോർണിംഗിലുള്ളൂ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിലെല്ലാം ഇൻസ്റ്റാൻബുളിനെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണവും കാര്യങ്ങളും ആയിരിക്കും ഞങ്ങൾക്ക് പറ്റുന്നത്. ഇവിടുത്തെ കുറിച്ച് ആർക്കെങ്കിലും അതിന്റെ പറയാനുണ്ടോ? ഈ രാജ്യത്തെ കുറിച്ച് ഇസ്താംബുളിന്റെ ഹിസ്റ്ററി. ഇത് കോൺസ്റ്റന്റൈൻ ഇസ്താംബുളിനെ ഈ നിലയിലാക്കിയത്. ഓക്കെ. ഈ സ്ഥലം 7 മലകൾക്കിടയിലുള്ള ഒരു നിർമ്മിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കോൺസ്റ്റന്റിന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പേർഷ്യൻസും അറേബ്യൻസും കോൺസ്റ്റന്റിനെ കീഴടക്കി ആ ഒരു പ്രദേശം കെട്ടിപ്പിടിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഇസ്താംബുൾ ആയത്. പണ്ട് കോൺസ്റ്റന്റിബിൾ അതായിരുന്നു ഇവരുടെ പേര്. ഇപ്പൊ പേര് മാറി ഇപ്പം ഇസ്താംബുളായി. ഇപ്പൊ ഇത് ഏറ്റവും കൂടുതൽ വിദേശികൾ ടൂറിസ്റ്റുകൾ വന്ന് ആ ടൂറിസ്റ്റുകളുടെ അട്രാക്ഷനാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. യൂറോപ്യൻ രാജ്യത്തോട് ചേർന്ന് നടക്കുന്ന നല്ല സമ്മർ, നല്ല സൺഷൈൻ കിട്ടുന്ന അല്ലെങ്കിൽ നല്ല ചൂട് കിട്ടുന്ന രാജ്യങ്ങൾ കൂടിയാണിത്. അതുകൊണ്ട് യൂറോപ്യൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരൊക്കെ ഏറ്റവും കൂടുതൽ വെയിൽ കായാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ്, നിയറസ്റ്റ് പ്ലേസ് എന്ന് പറയാം യൂറോപ്പുമായിട്ട് അടുത്ത് നടക്കുമ്പോൾ. അപ്പൊ ഇപ്പം ഇവിടുത്തെ കറൻസി എന്താ? ലിറയാണ് ഇവിടുത്തെ കറൻസി. നമ്മുടെ ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു ലിറ എന്ന് പറയുന്നത് എന്താ അറിയോ? യൂറോയ്ക്കാണെങ്കിൽ 43 ലിറയാണ് ഒരു പൗണ്ട് അല്ലേ? ഒരു യൂറോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് ഇവിടുത്തെ ബ്ലൂ മോസ്ക്. അത് ആദ്യം ഒരു ക്രിസ്ത്യൻ ദേവാലയമായിരുന്നു. അത് കഴിഞ്ഞ് ഇസ്ലാമികമായി, പിന്നെ കറങ്ങി തിരിഞ്ഞ് ഇപ്പോഴും ക്രിസ്ത്യൻ ദേവാലയം ഇസ്ലാമികമായിട്ട് അവിടെ എല്ലാ വിശ്വാസത്തിന്റെയും പടങ്ങളും ആരാധനകളും ഉണ്ട്. അപ്പൊ അതൊരു ഇവിടുത്തെ ഏറ്റവും പ്രത്യേക ഒരു അട്രാക്ഷൻ ആണ്. നമ്മൾ ഇന്ന് അവിടെ പോകുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ പോകുന്നത് അങ്ങോട്ടാ. നമ്മളിപ്പോ ഇവിടെ അടുത്ത സംഭവം ഇവിടുന്ന് 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ബ്ലൂ മോസ്കിന്റെ അടുത്തെത്തി. ബ്ലൂ മോസ്ക് ഈ കാണുന്നതാണ് ബ്ലൂ മോസ്ക്. അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് 1609 ഇതിൻ്റെ പണി തുടങ്ങിയെങ്കിലും 1616 ഇതിൻ്റെ പണി തീർന്നത്. ഈ മോസ്കിൻ്റെ പണി തീർന്നത്. ഇത് നിർമ്മിച്ചത് ആരാന്ന് വെച്ചാൽ സുൽത്താൻ അഹമ്മദ് ഒന്നാമൻ ആണ് ഇതിൻ്റെ പണി, ഈ മോസ്ക് നിർമ്മിച്ചത്. ഇതിനെ ബ്ലൂ മോസ്ക് എന്ന് പറയാൻ കാരണം വെച്ചാൽ 20,000-ലധികം ബ്ലൂ ടൈൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഉള്ളിൽ അലങ്കരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം 20,000-ലധികം ഇതിൻ്റെ സൈസ് അറിയാൻ പാടില്ല ടൈൽസിൻ്റെ, അത് അകത്ത് നിന്ന് കാണുമ്പോൾ അറിയാം. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ലോകത്തിൽ ഒരിടത്തുമില്ല, എല്ലാ മോസ്കിനും മിനാരുകളുണ്ട്. ഇതിന് 6 മിനാരുണ്ട്. 1, 2, ഇത് ബാക്കിലാണ്, കാണത്തില്ല ഇപ്പോൾ നോക്കിയാൽ. അപ്പം അത് ലോകത്തിൽ ഒരു പള്ളിക്കും ഇല്ല. എല്ലാ മോസ്കിനും 2 അല്ലെങ്കിൽ 4 മിനാരുകളാണ് സാധാരണ ഉള്ളത്. ഇതിന് ആക്ച്വലി 6 ഉണ്ട്. അതിൻ്റെ ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ മോസ്കിൻ്റെ ഒഫീഷ്യൽ പേരെന്ന് പറയുന്നത് അഹമ്മദ് മോസ്ക്, സുൽത്താൻ അഹമ്മദ് മസ്ജിദ് എന്നാണ് ഇതിൻ്റെ ഒഫീഷ്യൽ പേര്. പിന്നെ ബ്ലൂ മോസ്ക് എന്ന് പറയാൻ കാരണം തന്നെ ആ ടൈൽസിൻ്റെ ഒരു പ്രത്യേകതയാണ് ബ്ലൂ മോസ്ക് എന്ന് പറയപ്പെടുന്നത്. നല്ലൊരു മരം കിട്ടി, തണൽ, നല്ല വെയിലുണ്ട്, കാലാവസ്ഥയ്ക്ക് നല്ല കാലാവസ്ഥയാണ് ഇന്നത്തെ ഇവിടുത്തെ. ഈ മോസ്കിൽ ആക്ച്വലി എല്ലാ മതവിഭാഗപ്പെട്ട ആൾക്കാർക്കും ഇതിനകത്ത് പ്രവേശിക്കാം. ഒറ്റ സമയത്ത്, അതായത് ഇവരുടെ മുസ്ലിം ആരാധന ക്രമം നടക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. മറ്റ് ടൂറിസ്റ്റുകളെ അനുവദിക്കാത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ 10,000-ൽ കൂടുതൽ ആൾക്കാർക്ക് ഒരേ സമയം അകത്തിരുന്ന് പ്രാർത്ഥിക്കാനും ഇത് ദർശിക്കാനുമുള്ള സ്ഥല സൗകര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത്രയും വലിയ ഒരു മോസ്കാണിത്. ഞാൻ പറഞ്ഞ ആ ഡോം ഇച്ചിരി ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അതുകൊണ്ട് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. നടുക്ക് നിൽക്കുന്നതാണ് വലിയ ഡോം. ബാക്കി ചുറ്റും ചെറിയ ഡോമുകളൊക്കെ ഉണ്ട്.
ഇത് നേരത്തെ ഇതെല്ലാം പറഞ്ഞ നേരത്തെ ഒരു പള്ളിയായിരുന്നു പറഞ്ഞേ. ഇത് ഇസ്താംബുളിലെ ചരിത്രപ്രസിദ്ധമായ ഹാജിയ സോഫിയ പള്ളിയായിരുന്നു. ഓക്കെ. ഇത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിമാർ ഉണ്ടാക്കിയതാണ്. ഇത് പേർഷ്യക്കാർ യുദ്ധം ചെയ്ത് ഇത് അവരുടെ അധീനതയിലായി. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ഇത് അനാഥമായിട്ട് കിടക്കുമായിരുന്നു. ഓക്കെ. ഇപ്പം ഇത് മ്യൂസിയത്തിനായിട്ട് തുർക്കിഷ് ഗവൺമെന്റ് ഇത് ഏറ്റെടുത്തത്. അതിനു മുമ്പ് ഇത് അനാഥമായിരുന്നു. ഇത് ആർക്കും പെർമിഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ അവര് മ്യൂസിയത്തിനായിട്ട് പോലെ ആൾക്കാരെ വിസിറ്റിങ്ങിന് എൻട്രി കൊടുത്തു. ജ്യൂസ് കുടിച്ചേക്കാന്ന് വിചാരിച്ചു. ഞങ്ങളൊന്ന് ഈവനിങ്ങിൽ ഒരു ക്രൂസ് ട്രിപ്പിന് പോവുകയാണ്. ഒരു 2-3 hours നൈറ്റ് ട്രിപ്പാണ്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഇഷ്ടംപോലെ ക്രൂസ് ഇങ്ങനെ കിടപ്പുണ്ട്. ഏതാണെന്നുള്ള അറിയത്തില്ല. അവനെ ടിക്കറ്റ് കാണിക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഞങ്ങളിത് ക്രൂസിനകത്ത് കയറുകയാണ്. അതേ നമുക്ക് മാറി നിൽക്കാം. അങ്ങോട്ട് മാറി നിൽക്കാം. അല്പം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചെറുതായിട്ട് സ്നാക്സ് കഴിച്ചു. അതിനുശേഷം ബോട്ട് ക്രൂസ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു ചെറിയ വ്യൂ ആണിത്. Bridge is coming down. They're crossing the bridge now. അവിടെ ഒരു മോസ്ക് ഉണ്ട്. അവിടെ ഒരെണ്ണമുണ്ട്. അവിടെ ഒരു മോസ്ക് ഉണ്ട്. എല്ലാം ഇഷ്ടംപോലെ മോസ്ക് ഉണ്ട്. നല്ലൊരു വ്യൂ ആണ്.